നമസ്കാരം. കിഫ്ബി പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കിഫ്ബി പദ്ധതികൾക്ക് യൂസർ ഫീ എന്നത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് രംഗത്ത് വന്നത്. യൂസർ ഫീ വരുമാനം കൊണ്ട് കിഫ്ബി ലോണുകൾ തിരിച്ചടയ്ക്കാനാകുമെന്ന് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. അതുവഴി സർക്കാരിൽ നിന്നുള്ള ഗ്രാന്റ് കാലക്രമേണ ഘട്ടം ഘട്ടമായി ഒഴിവാക്കാനാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കിഫ്ബി എന്നത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു നൂതനവും ധീരവുമായ കാൽവെപ്പാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. കിഫ്ബി വികസനത്തിന്റെ ബദൽ മാതൃകയാണ്. അതിന്റെ നേട്ടങ്ങൾ പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിക്കുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല. യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകളുമായി നിൽക്കുന്ന അദ്ദേഹത്തിന് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നതിൽ അത്ഭുതമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബിയെപ്പറ്റി പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് നിയമസഭയിൽ മറുപടി പറയവെയായിരുന്നു പ്രതിപക്ഷ നേതാവിന് നേർക്കുള്ള മുഖ്യമന്ത്രിയുടെ വിമർശനം. കിഫ്ബി ഇന്നത്തെ നിലയിൽ പരിവർത്തിക്കപ്പെട്ട പശ്ചാത്തലവും ആ സംവിധാനവും ചെയ്ത കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാനുള്ള സാഹചര്യം പ്രതിപക്ഷ നേതാവിന് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ആക്ഷേപങ്ങളൊന്നും ഉന്നയിക്കാൻ അദ്ദേഹം തയ്യാറാകുമായിരുന്നില്ലെന്നും മറുപടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. വരുമാനത്തിന്റെ ചെറിയൊരു പങ്ക് വർഷം തോറും കിഫ്ബിക്ക് സർക്കാർ വിഹിതമായി നൽകിക്കൊണ്ടും കിഫ്ബി തനതായി വിഭവ സമാഹരണം നടത്തിക്കൊണ്ടും പശ്ചാത്തല സൗകര്യ വികസനം ഉടനടി സാധ്യമാക്കുക എന്ന ലക്ഷ്യമാണ് നമ്മൾ കൈവരിച്ചത്. കിഫ്ബിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിലൂടെ പ്ലാൻ ഫണ്ടിന് പുറമെയുള്ള അധിക വിഭവ സമാഹരണവും അതിലൂന്നിയുള്ള വികസന പ്രവർത്തനങ്ങളുമാണ് സംസ്ഥാനത്ത് നടന്നത്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. കിഫ്ബിയുടെ പണം എന്നത് നിങ്ങളുടെ ആരുടെയും തറവാട്ട് സ്വത്ത് വിറ്റ് ബാങ്കിലിട്ടിരിക്കുന്ന പണമല്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാചകങ്ങളിലൊന്ന്. തറവാടും സ്വത്തുമൊക്കെയായി അദ്ദേഹം ഇപ്പോഴും കാര്യങ്ങളെ അങ്ങേയറ്റം യാഥാസ്ഥിതികമായാണ് കാണുന്നതെന്ന് ആ വാചകങ്ങൾ തെളിയിക്കുന്നുണ്ട്. എന്നാൽ കിഫ്ബി എന്നത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഒരു നൂതനവും ധീരവുമായ കാൽവെപ്പാണ്. വികസനത്തിന്റെ ബദൽ മാതൃകയാണ്. അതിന്റെ നേട്ടങ്ങൾ അദ്ദേഹത്തെ ചൊടിപ്പിക്കുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല. യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകളുമായി നിൽക്കുന്ന അദ്ദേഹത്തിന് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നതിൽ അത്ഭുതവുമില്ല. കിഫ്ബി ആക്ട് പ്രകാരം നിലനിൽക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റുകൾക്കൊപ്പം CNAGയുടെ ഓഡിറ്റ് നടക്കുന്നുണ്ട്. CNAG ഓഡിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, റിസ്ക് ബേസ്ഡ് ഇന്റേണൽ ഓഡിറ്റ്, കൺകറന്റ് ഓഡിറ്റ് തുടങ്ങിയ ഓഡിറ്റുകളൊക്കെ കിഫ്ബിയിൽ നടക്കുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇതൊന്നും അറിയുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2023-2024 സാമ്പത്തിക വർഷം വരെയുള്ള കിഫ്ബിയുടെ എല്ലാ വരവ് ചെലവ് കണക്കുകളും പദ്ധതികൾ സംബന്ധിച്ച രേഖകളും CNAG ഓഡിറ്റ് വിധേയമാക്കിയിട്ടുണ്ട്. 2020-2021 മുതൽ 2023-2024 വരെയുള്ള കഴിഞ്ഞ 4 വർഷത്തെ CNAG ഓഡിറ്റ് 2024 ഒക്ടോബർ 21 മുതൽ ഡിസംബർ 12 വരെ കിഫ്ബിയിൽ നടന്നു. 53 ദിവസത്തോളം കിഫ്ബിയിൽ CAG സംഘം പരിശോധന നടത്തിയിട്ടുണ്ട്. അവർ ഉന്നയിച്ച എല്ലാ സംശയങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും കിഫ്ബി മറുപടി നൽകിയിട്ടുമുണ്ട്. SC/ST വിഭാഗത്തിന് കിഫ്ബി പണം അനുവദിക്കുന്നില്ല എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. കിഫ്ബി പദ്ധതികൾ കേരളത്തിലെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും ക്ഷേമം മുൻനിർത്തിയുള്ളതാണ്. SC/ST വകുപ്പിന്റെ കീഴിൽ കിഫ്ബി 182.23 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് അനുമതി നൽകി. അതിൽ 80 കോടി രൂപ ഇതുവരെ ചെലവഴിച്ചു. 55% പ്രവർത്തികൾ പൂർത്തീകരിച്ചു. ഇത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് മാത്രം അനുവദിച്ചിട്ടുള്ളതാണ്. ഇതിനു പുറമെയാണ് സംസ്ഥാന സർക്കാർ പ്ലാൻ ഫണ്ടിൽ തുക വകയിരുത്തിയിരിക്കുന്നത്. അതിനാൽ കിഫ്ബി ഫണ്ടും പ്ലാൻ ഫണ്ടും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് കിഫ്ബി കടമെടുക്കുന്നത്. സംസ്ഥാന സർക്കാർ വാഹന നികുതിയുടെ 50% പെട്രോളിയം സെസ്സും കിഫ്ബിക്ക് ഗ്രാൻഡായി നൽകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതുകൂടാതെ കിഫ്ബി സ്വന്തം നിലയിലെടുക്കുന്ന ലോണുകൾ കിഫ്ബിയുടെ മാത്രം ബാധ്യതയാണ്. കിഫ്ബിക്ക് ഗ്രാൻഡ് ഇനത്തിൽ ഇതുവരെ നൽകിയ 20,000 കോടിക്ക് പുറമെ ചെലവഴിച്ച 13,100 കോടി രൂപ പൂർണ്ണമായും കിഫ്ബി കണ്ടെത്തിയതാണ്. അത് കിഫ്ബിയുടെ മാത്രം ബാധ്യതയാണെന്ന് ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷം ഓർക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യൂസർ ഫീ ഈടാക്കുന്ന സാഹചര്യത്തിൽ ആ യൂസർ ഫീയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് തന്നെ കിഫ്ബിയുടെ ലോണുകൾ തിരിച്ചടയ്ക്കുന്നതിനുള്ള സാധ്യത തെളിയും. അതുവഴി സർക്കാരിൽ നിന്നുള്ള ഗ്രാന്റ് കാലക്രമേണ ഘട്ടം ഘട്ടമായി ഒഴിവാക്കാനാകും. കിഫ്ബി കൃത്യമായും സമയബന്ധിതമായും വായ്പകൾ തിരിച്ചടയ്ക്കുന്നത് കൊണ്ട് തന്നെയാണ് കിഫ്ബിക്ക് മികച്ച ക്രെഡിറ്റ് റേറ്റിംഗ് നിലനിർത്താൻ സാധിക്കുന്നതും ധനകാര്യ സ്ഥാപനങ്ങൾ കിഫ്ബിക്ക് വായ്പകൾ നൽകാൻ സന്നദ്ധമായി വരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.